ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ആദ്യമേ ഞാൻ അത് ചോദിക്കട്ടെ, കാരണം കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഹെൽത്ത് ഓക്കെ ആയിരുന്നില്ല കേട്ടോ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, പതുക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടോ കാർണിവൽ വരുന്നത്. കൊച്ചി കാർണിവൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, അതുപോലെ ട്രിവാൻഡ്രത്ത് കാർണിവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ കാണാൻ പോയതാട്ടോ കാർണിവൽ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫുൾ സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. ഫ്രണ്ടിലത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറണമെങ്കിൽ പാസ് ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. ജസ്റ്റ് 30 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ കയ്യിലൊരു ബാൻഡ് അവർ ഇതാക്കി കെട്ടിത്തരും. കണ്ട് ഈ ബാൻഡ് ഉണ്ടെങ്കിലേ അകത്ത് അവർ കയറ്റത്തുള്ളൂ. അപ്പോൾ അതാ അവർ എനിക്കും ബാൻഡ് ഇതാ കെട്ടി തന്നു. അപ്പോൾ നമ്മളിനി അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാട്ടോ അകത്ത് കയറുന്നത്, എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയം ആ ഒരു ദിവസം എനിക്ക് തോന്നുന്നു തീരാറായി കേട്ടോ. അതായത് തീരാറാവുന്നതിൻ്റെ തലേ ദിവസം കൊണ്ടാട്ടോ ഞങ്ങൾ പോയത്. ഏതോ ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് എൻ്റെ ഓർമ്മയിൽ. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങൾ കയറുന്നു. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അകത്ത് ചെന്നപ്പോഴേ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി ഒരു സ്റ്റോളിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ കാണുന്ന പോലെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെത്, പിന്നെ ജ്വല്ലറീസ്, അങ്ങനത്തെ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പോയിട്ടേ ഉള്ളൂ, കയറിയിട്ടൊന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ വേറെ എന്താണ് ഈ കാർണിവലിൽ ഉള്ളതെന്ന് അറിയാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അത് നോക്കി നടക്കുമ്പോഴാണ് ആദ്യം അവിടെ നിന്ന് ഈ സൗണ്ടൊക്കെ കേൾക്കും, നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ അനൗൺസ് ചെയ്യുമായിരുന്നു ഫയർ ഡാൻസ് നടക്കാൻ പോകുമായിരുന്നു. അതെനിക്കൊരു എന്തോ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തോട്ടെ. കാരണം നമ്മൾ വേറെ ഇതുപോലെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഫയർ ഡാൻസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ സ്റ്റേജ് ഷോസൊക്കെ അമ്പലത്തിലൊക്കെ ഉത്സവം വരുമ്പം അങ്ങനെയൊക്കെ അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഫയർ ഡാൻസിൻ്റെ കുറച്ച് പാർട്ടുകളായിരിക്കും. ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്ന എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനി കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഫയർ ഡാൻസ് കണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും കുറേ നേരം നിന്ന് കണ്ട് ആസ്വദിച്ചൊരു സംഭവമായിരുന്നു ആ ഫയർ ഡാൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നോക്കുവാണ് വേറെ എന്താ ഉള്ളതെന്ന്. ഓൾറെഡി ഞാൻ നമ്മുടെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് കാർണിവൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൽ പറയുന്നുണ്ടായിരുന്നു മറ്റേ ഫിലിംസിലൊക്കെ ആക്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ ഓൺ ദ സ്പോട്ടിൽ പോയി നമ്മുടെ ടാലൻറ്റ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കുറേ സ്റ്റേജസ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാർണിവലിനകത്ത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ ഞങ്ങൾ രാത്രി ആയതുകൊണ്ടായിരിക്കണം രാവിലെ തന്നെ ആ വക കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നടക്കുവാണ് വേറെ എന്താ ഉള്ളതെന്ന്. പിന്നെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളും ആസ് യൂഷ്വൽ നമ്മുടെ കനകക്കുന്നിൽ അറിയാമല്ലോ ഇതാണ് ഉള്ളത്. പിന്നെ ഒരു സംഭവം കണ്ടത് ഒട്ടകത്തിനെ കണ്ടു കേട്ടോ. ഒട്ടകം അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഒരു എക്സിബിഷന് ഞാൻ ഒട്ടകത്തിനെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ കാർണിവലിന് ഒട്ടകം ഉണ്ടായിരുന്നു. അതൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് അവർ ഒരു വല്ലാണ്ട് അങ്ങനെ ഉപദ്രവിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി നിന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അവർ അതിന് ഒരുപാട് കാര്യങ്ങൾ കെട്ടി തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് കാലൊക്കെ ഒരുപാട് പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. അവരതിനെ കാലിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം കഷ്ടമായിപ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജീവിയല്ലേ. അപ്പം ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ ഒട്ടകമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സർബത്തിൻ്റെ ഒരു സ്റ്റോള് കണ്ടു.
അതിന് മുന്നേ ഇതാ ഈ ഒരു സംഭവമില്ലേ, ഈ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അതാട്ടോ. അവിടെ ഇത് നടക്കുന്നുണ്ടായിരുന്നു, ഓരോ കോൺസേർട്ട്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വലിയ വലിയ ബാൻഡ്സിൻ്റെയൊക്കെ കോൺസേർട്ട്സൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോയില്ല. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇതാ പെറ്റ്സ് പാർക്ക്. അത് എല്ലാ എക്സിബിഷനും മിക്കയിടത്തും കാണുന്നതാണ് പെറ്റ്സ് പാർക്ക്. ആക്ച്വലി ഈ ഒരു കാർണിവലിൽ വന്നതിൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ട് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഇവിടെയാണ് കേട്ടോ, ഈ ഒരു സ്റ്റോളാണ്, പെറ്റ്സ് പാർക്കിലാണ്. കാരണം പെറ്റ്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഒരു സെക്ഷനിൽ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ പെറ്റ്സിൻ്റെ നമുക്ക് പെറ്റ്സ് വേൾഡിലൊക്കെ കയറുമ്പോൾ കാണുന്ന പോലെ പലതരം കോഴികളുണ്ടായിരുന്നു. പിന്നെ പൈത്തൻ ഉണ്ടായിരുന്നു കേട്ടോ, പൈത്തൻ. അപ്പോൾ അറിയാമല്ലോ, ഇങ്ങനെയുള്ള സ്റ്റോളിൽ കയറുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിനെ പിടിക്കണം, അല്ലെങ്കിൽ അതിനെയൊക്കെ പിടിച്ചിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ 100 റുപ്പീസ് കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു 2023 ഒരു ടൈമിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ പാമ്പിനെയൊക്കെ എടുക്കുന്ന ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ ഇത് അവരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ പയ്യന്മാർ. പിന്നെ കണ്ട ആടിൻ്റെയൊക്കെ ഒരു കുട്ടി ഇതുണ്ടായിരുന്നു, കുട്ടി ആടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കുറേ നേരം അവരൊക്കെ ആയിട്ട് കളിച്ചിങ്ങനെ നോക്കി കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ആക്ച്വലി ഈ കാർണിവലിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ്. നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതാ ഇതിന് കൊടുക്കാനായിട്ടുള്ള സ്നാക്സൊക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ കാണിച്ചിട്ട് അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പം മറ്റേ ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ആ സാധനം ഇതിൻ്റെ പച്ച കളർ സാധനം ഞാൻ പറഞ്ഞില്ലേ ആ പഴയ ഒരു വ്ളോഗിൽ ഞാൻ എൻ്റെ കഴുത്തിൽ പിടിച്ചിരുത്തുന്നതായിട്ടുണ്ട്. ഇതാണ് കേട്ടോ പൈത്തൻ. ഇത് കടിക്കത്തൊന്നുമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തൊട്ട് നോക്കണമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കി. ഇപ്പോൾ ഇതൊന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർക്കൊക്കെ പേടിയുണ്ട്, അവർ തന്നെ പറയുന്നുണ്ട് അതൊന്നും ചെയ്യത്തില്ല, വിഷമില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എല്ലാവർക്കും പാമ്പെന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇത് ഹസ്കി ഉണ്ടല്ലോ, എനിക്ക് ഹസ്കിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തിപ്പുറത്തായിട്ട് ഷിറ്റ്സു, അങ്ങനെ കുറേ പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ കാണുന്നത് പേർഷ്യൻ ക്യാറ്റാണ്. എന്ത് ക്യൂട്ടെന്ന് അറിയാമോ കാണാനായിട്ട്. എനിക്ക് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ക്യാറ്റ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം ഡോഗ്സിനോടാണ്. ഇവരുടെ മുടിയൊക്കെ പെട്ടെന്ന് നല്ല പൊഴിയും കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഭയങ്കര സ്നേഹമാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് പോമാണ് കേട്ടോ, പോം ബേബീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ടാട്ടോ. പൊതുവേ ഈ കുഞ്ഞിലേക്ക് കാണാൻ ഭയങ്കര രസമില്ല, ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കുറേ നേരം അതിനെ ഞാൻ തടവി അവസാനം അതിന് മടുക്കുമെന്നുള്ള രീതി വരെ ഞാൻ മാക്സിമം തടവിയിട്ടുണ്ട്. അത്രയും നല്ല രസമായിരുന്നു. പിന്നെ വേറൊരു ഇതുപോലൊരു തട്ടിൽ ഷിറ്റ്സു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താറാവല്ലല്ലോ, ഇത് അരയന്നമാണല്ലേ? ഓക്കെ, അരയനമാണോ താറാവ്? അല്ല, അരയനം. ഓക്കെ, അപ്പോൾ അരയനത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞ് കുളം പോലെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ കൊണ്ടുവന്നപ്പോൾ അത് നടന്നു പോവുകയാണ് കേട്ടോ, പേടിച്ചിട്ട്. ഇതും പോം പപ്പീസാണ്. അപ്പം അതിനെയും കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഇത് ഏത് ബ്രീഡാണെന്ന് അറിയത്തില്ല. ഇതൊക്കെ അഡോപ്ഷൻ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇവർ സെയിൽ ചെയ്യുന്നതും കൂടെ ആണ് കേട്ടോ. ചോദിച്ചപ്പോഴത്തേക്ക് ഇത് ഇതാണ് അമേരിക്കൻ ബുള്ളിയാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു നിരോധിച്ചിട്ടുണ്ട് ഈ അമേരിക്കൻ ബുള്ളീസൊക്കെ. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് ആക്ച്വലി എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല എൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് ഇതാണ് കേട്ടോ, ഒരു എന്താ പറയുക, ഗിനിപിക്ക അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഇത് ഗിനിപിക്ക അല്ല കേട്ടോ, സോറി, എൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇത് പറക്കും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ കയറ്റി. അപ്പോൾ ഈ മുത്തിനാണെങ്കിൽ ഈ പപ്പിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ക്യൂട്ടായി. എനിക്കിത് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ നേരം നമ്മളെ തടവി കുറേ നേരം നിന്നു അവിടെ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇതിനെ എടുത്തോളാം മതി, അങ്ങനെയാണ് അവർ പിന്നെ കയ്യിലൊക്കെ എടുത്തു കൊടുത്തത്. അങ്ങനെ കയ്യിലങ്ങനെ എടുത്ത് കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞ അവളുടെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് അവിടെയുള്ള ആ ചേട്ടൻ അവളുടെ കയ്യിലെടുത്ത് കൊടുത്തതാണ്. കുറേ നേരം നമ്മൾ അതിനെയൊക്കെ നോക്കി. പിന്നെ പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊന്നും അഗ്രസീവായിട്ടുള്ളതല്ല കേട്ടോ, എല്ലാവരും നല്ല സ്നേഹമുള്ള ബ്രീഡ്സാണ് ഇതൊക്കെ. അപ്പോൾ അതും കുറേ നേരം അവരെയൊക്കെ തടവി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കി വരുവാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു. ആരാണ്? പൈത്തൻ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പൈത്തനെ എടുക്കണം എന്നുള്ളത്. കാരണം ആ കുട്ടി കണ്ടെന്ത് സ്മാർട്ടായിട്ട് അവൻ എടുത്തേക്കുന്നതാണ്. അവൻ്റെ വീട്ടിലുള്ള പാമ്പാണ് കേട്ടോ, അവർ വളർത്തുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഫൈനലി ഗൈസ്. ഇനി നമ്മുടെ ഈ പ്രഹസനം നിങ്ങൾ കണ്ടിട്ട് വരൂ. ഒന്നും പറ്റത്തില്ല, കറക്റ്റ് ഫോട്ടോ എനിക്ക് കിട്ടും. ചുമ്മാ കിട്ടാ ഇതിനെ ചുമ്മാ
നേരെ നിന്നാല് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് നിൽക്കുക അതവിടെ ഇരുന്നോ അതവിടെ ഫ്രീ ആയിട്ട് ഇരുന്നോ അതുകൊണ്ട് ഇത്രയും എടുത്ത് കൊടുക്കണം പേടി മാറട്ടെ 22 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് കുഞ്ഞിന് ഈ കളർ ഇത് സ്നോ വൈറ്റ് വരും വേറെ വൈറ്റ് ഒരു കുഞ്ഞിന് ഇത്ര ഉള്ളൊരു കുഞ്ഞാണെങ്കിൽ 1 രൂപ 75 രൂപ സ്റ്റാർട്ടിങ് അതൊക്കെ ഈ സൈസായി കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ പൈത്തനെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അവർ ഓൾറെഡി പറയുന്നുണ്ട് വിഷമില്ലാന്ന്, പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തൊക്കെ വിഷമില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെ നാക്ക് ഇങ്ങനെ നീണ്ടു വരുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ നമുക്ക് വരും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ കണ്ടത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അത് വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ. പിന്നെ അതിൻ്റെ നാക്കൊക്കെ ഞാൻ തൊടുമായിരുന്നു കൈ കൊണ്ട്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കുട്ടിയുടെ വീട്ടിൽ വളർത്തുന്ന പാമ്പാണ് കേട്ടോ പൈത്തൻ. അതിന് ഒരു നേരം ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ആഹാരം കഴിക്കത്തില്ല. അങ്ങനെയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് കണ്ടോ, നോക്കിയോണേ ഇവർ ഈ ഒട്ടകത്തിനെ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെടുത്തില്ല, ജസ്റ്റ് അവർ ഭയങ്കരമായിട്ട് അതിനെ ഉപദ്രവിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് പോയേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കുലുക്കി സർബത്താണ് ഉണ്ടായിരുന്നത്. അപ്പം ഒന്നാമത് ചൂടും കൂടെ അല്ലേ, അപ്പോൾ ആ ഒരു ഇതിലാണ് എനിക്ക് തോന്നുന്നു ബ്ലൂബെറിയുടെ കുലുക്കി സർബത്തും പിന്നെ പാഷൻ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല. അതാണ് ഈ കുലുക്കി സർബത്താണ് പറഞ്ഞത്. പക്ഷേ കൊള്ളത്തില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ കുടിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. ഇത് കുടിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. കാരണം കുറേ നാളായതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ, ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ താഴോട്ട് ഇറങ്ങി വേറെ എന്താ ഉള്ളതെന്ന് നോക്കി. കാരണം പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല ഈ കാർണിവലിൽ. കാണേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് രാവിലെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഉള്ളത് ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പുതുമയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നിയ ഫയർ ഡാൻസും പിന്നെ ആ ഒരു ഒട്ടകം ഇതൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും ആകെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ പെറ്റ്സ് വേൾഡിൽ പോയതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ കുറച്ച് പ്ലേ സോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് സ്റ്റോളാണ് അങ്ങോട്ട്. ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡും ഇല്ലായിരുന്നു, ഹെൽത്തും ഓക്കെ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയിട്ടേ ഉള്ളൂ. അപ്പം ജസ്റ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഫുഡ് സ്റ്റോൾ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ തന്നെ നോൺ വെജിൻ്റെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, മോമോസ് അങ്ങനെ കുറേ സംഭവങ്ങൾ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം കാർണിവൽ വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ജസ്റ്റ് ഞങ്ങൾ വന്നത്. പെട്ടെന്നൊരു വ്ളോഗ് എടുത്തു, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പറയത്തൊക്കെ ഒന്നും കണ്ടില്ല. സാധാരണ നോർമൽ ഒരു നമ്മൾ കാണുന്ന എക്സിബിഷൻ അങ്ങനെയൊക്കെ കാണുന്ന ഒരു സംഭവങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ജസ്റ്റ് കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.